മക്കളെ നോക്കി ഓടടാ, വീഴല്ലേ മോളെ. ആ പയ്യെ ഓട്. ആ ആ നോക്കി ഓട്, വീഴല്ലേ മക്കളെ. എടാ അച്ചു, നിന്നോട് പറഞ്ഞില്ലടാ മൊബൈൽ നോക്കായിരുന്നു. അവന്റെ ഒരു മൊബൈലോട്ടോ അവന്റെ ചെറുക്കം പഠിക്കലില്ല. എന്തു പറയാനാ? ആ എപ്പോഴും മൊബൈല് മൊബൈല്. ഒന്ന് വന്നു നിന്നെ ഒന്ന് കണ്ടു. എടി നീ ഇതുവരെ കുളിച്ചിറങ്ങിയില്ലേ? അമ്മ എത്രയെന്ന് വെച്ചിട്ടാ? ഞാൻ ലേറ്റ് ആവുമല്ലോ. എന്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല, ചേട്ടൻ ഇറങ്ങിക്കോ. ആ എനിക്കൊരു ക്ലൈമറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങുക. നീ ഒരു കാര്യം ചെയ്യ്, ഒരു ഓട്ടോറിക്ഷ പിടിച്ചങ്ങ് വന്നേരെ. ശരി ശരി, ഞാൻ വന്നേക്കാം. പിന്നെ ആ അച്ഛനും അമ്മയ്ക്കുള്ള മരുന്ന് എടുത്ത് ടേബിളിൽ എടുത്ത് വെച്ചേക്കണം കേട്ടോ. അത് കഴിക്കാൻ കൊടുക്കാനുള്ളതാ കേട്ടോ, എടുത്തു വെക്കണേ. പിന്നെ ചേട്ടൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇത്ര നാളും കൊടുത്തോണ്ടിരുന്നേ. എന്നാ ശരി, ഓക്കെ, നീ പോന്നേരെ. ആ മക്കളെ നോക്കി കളിക്കട്ടാ, വീടല്ലേ. അച്ഛൻ പോയിട്ട് വരാം. അമ്മേ, ടേബിളിൽ മരുന്നെടുത്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് ടൈം ആകുമ്പോ എടുത്ത് കഴിക്കണം, മറക്കരുത്. ശരി മോനെ. അച്ഛാ ഞാൻ ഇറങ്ങുക, പോയിട്ട് ആ വരാം. ശരിടാ മോനെ, പോയിട്ട് വാ. നമ്മുടെ മോന് നമ്മളോട് എന്ത് സ്നേഹ. പിന്നല്ലാതെ ഇന്നത്തെ കാലത്ത് വയസ്സായി കഴിഞ്ഞ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയിട്ട് സുഖമായിട്ട് കഴിയുന്ന മക്കളുള്ള നാടാ. അതോർക്കുമ്പേ നമ്മുടെ മോൻ നമ്മളോട് കാണിക്കുന്ന സ്നേഹം. എൻ്റെ സാവിത്രി, എനിക്ക് തോന്നണേ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യത്തിൻ്റെ ഫലം അല്ലാതെ എന്താ പറയുക. ആ എടി, നീ നമ്മുടെ ആ പൗലോസിൻ്റെ കാര്യം അറിഞ്ഞാർന്നാ? ഏത്? നിങ്ങളുടെ കൂട്ടുകാരൻ പൗലോസിന്റെയാ? ആ അത് തന്നെ. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും 4-5 ആൺമക്കളും ഉണ്ടായിരുന്നവനാ. ഇന്നിപ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്നറിയാവോ? അവൻ നമ്മുടെ ആ അനാഥാലയിലെ ശരണാലയം, അവിടുത്തെ അന്തേവാസിയാ. അവൻ്റെ അനിയൻ്റെ മോൻ ഇന്നലെ ഇവിടെ വന്നപ്പോൾ എന്താ പറഞ്ഞതെന്ന് നിനക്കറിയോ? എന്താ പറഞ്ഞേ? അവൻ എന്നെ ഒന്ന് കാണണം, എന്നോട് അവൻ്റെ മുന്നിൽ ഒന്ന് ചെല്ലാൻ പറഞ്ഞേക്കുക. ആ വൃദ്ധസ്ഥാനത്തിലെ 26-ാം നമ്പർ മുറിയിലാണ് അവൻ കിടക്കണേ. അവിടെ ചെന്നാൽ മതിയെന്നാ പറഞ്ഞേ. എടി സാവിത്രി, നാളെ എനിക്ക് എന്തായാലും അവിടം വരെ ഒന്ന് പോകണം. എൻ്റെ കൂട്ടുകാരൻ എനിക്കൊന്ന് കാണണം. എന്നാ പോയേച്ചു വാ. ആ അപ്പച്ച അപ്പച്ച, എനിക്ക് മരുന്ന് കഴിക്കാൻ സമയമായി. മക്കളെയും സ്വപ്നം കണ്ട് കിടക്കുമായിരുന്നായിരിക്കും അല്ലേ? മോളെ, എൻ്റെ മോനും കൊച്ചുമക്കളും ഇന്നും വന്നില്ല അല്ലേ? ഇത്ര വർഷമായില്ലേ അപ്പച്ചനോട് വന്നിട്ട്, ഇതുവരെ ആരും വന്നില്ലല്ലോ. ഇനിയിപ്പോ ആര് വരാനാ? എൻ്റെ മോനും കൊച്ചുമക്കളും എന്നെ കാണാൻ വരും. അവൻ വരും മോളെ, അവൻ വരും, അവൻ വരും. മാതാപിതാക്കന്മാർ ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങളാണ്. നാം ഓരോരുത്തർക്കും മനോഹരമായ ഈ ഭൂമി കാണാൻ അവസരം തന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ച് വളർത്തി വലുതാക്കി നമ്മെ പ്രാപ്തരാക്കിയവർ. കലികാലത്തിൻ്റെ കലിതുള്ളലിൽ ജന്മം നൽകിയ മാതാപിതാക്കളെ തല്ലിച്ചതയ്ക്കുന്ന ഈ കാലഘട്ടത്തിലെ നികൃഷ്ട ജന്മങ്ങളെ, ഈ പാപക്കറകൾ മുഴുവൻ നിങ്ങളെവിടെ ചെന്ന് കഴുകിക്കളയും.